നമസ്കാരം. പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിനെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി കോൺഗ്രസ്. പാനൂരിലെ ബോംബ് നിർമ്മാണം കോൺഗ്രസിനെ ലക്ഷ്യമിട്ടെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി അന്വേഷണത്തെ വഴിതെറ്റിക്കുകയാണെന്ന സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുന്നതെന്നും ഷാഫി പ്രതികരിച്ചു. വടകരയിലെ പ്രചരണത്തിൽ ബോംബ് രാഷ്ട്രീയം സജീവമാക്കും. കണ്ണൂരിലും കാസർകോട്ടും കോഴിക്കോട്ടും ഇതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. മലബാറിന്റെ മനസ്സിൽ കറുത്ത പാടായി മാറുകയാണ് പാനൂർ ബോംബ് സ്ഫോടനം. ഇത് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദങ്ങളെ തള്ളുന്നതാണ് പോലീസ് റിപ്പോർട്ട്. ഇതിൽ വടകരയിലെ CPM സ്ഥാനാർത്ഥി തീർത്തും അതൃപ്തിയിലുമാണ്. ഇതിനൊപ്പമാണ് കോൺഗ്രസ് ഇത് ചർച്ചകളിൽ നിറയ്ക്കുന്നത്. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ബോംബ് നിർമ്മിച്ചതെന്ന് താൻ ആദ്യമേ പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത് വ്യക്തമാണ്. ബോംബ് നിർമ്മാണം സന്നദ്ധ പ്രവർത്തനമാണെന്നാണ് നിലപാടെങ്കിൽ ഒന്നും പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ CPM ബോംബിനെയാണ് ആശ്രയിക്കുന്നത്. തങ്ങൾ ജനങ്ങളെ ആശ്രയിക്കുമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. അക്ഷരാർത്ഥത്തിൽ DYFI കുറ്റപ്പെടുത്തുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയത് ആരെന്നും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം എവിടുന്ന് കിട്ടിയെന്നും ഉള്ള അന്വേഷിക്കുന്നുണ്ട്. ബോംബ് നിർമ്മാണത്തിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. CPM പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇരിക്കുന്നതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും പറഞ്ഞ് വിവാദം ഒതുക്കാനുള്ള CPM നീക്കം പൊളിക്കുന്നതാണ് കേസിലെ 6-7 പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട്. പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചാണെന്ന് DYFIയുടെ കടുങ്ങാമ്പോൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി C സായൂജ്, മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി PV അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത്. CPM RSS അനുഭാവികളാണ് ഇരു സംഘത്തിലുമെങ്കിലും ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ട് പ്രതികൾ ബോംബ് നിർമ്മിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചന നൽകിയിരിക്കുന്നത്. ഇതോടെ ബോംബ് നിർമ്മാണം തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. DYFI ഭാരവാഹികൾ ഉൾപ്പെടുന്നവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. അമൽ ബാബു ബോംബുകൾ ഒളിപ്പിച്ചു. മണൽ കൊണ്ട് തെളിവ് നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെല്ലാം ഇതിനോടകം പോലീസിന്റെ പിടിയിലായി. ഇനി ഗൂഢാലോചനക്കാരിലേക്ക് അന്വേഷണം എത്തണം. ഇതിന് പോലീസിന് രാഷ്ട്രീയ അനുമതി കിട്ടുമോ എന്നതും നിർണായകമാണ്. നന്ദി.